നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വന്ദനെ, മോൾക്ക് അച്ഛനോടൊന്നും ചോദിക്കാനില്ലേ? അച്ഛന്റെ മറുപടി കേട്ടിട്ടാവാം എന്റെ ചോദ്യം. ആ ശരി. അങ്ങനെ എന്റെ മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ ഞാൻ ഓട്ടോ ഓടിക്കുന്നതിൽ നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ ഞാനത് നിർത്താം. പ്രകാശിന്റെ പക്കല് ലക്ഷക്കണക്കിന് പണമുണ്ടല്ലോ. ഈ കുടുംബത്തിന്റെ മൂത്ത സന്തതി എന്ന നിലയിൽ എല്ലാ ചെലവുകളും നീ നടത്തണം. അതിന് നിന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ മനോജ് ഏറ്റെടുക്കണം. പിന്നെ കടം വാങ്ങിയ മുഴുവൻ തുകയും ഉടനെ എനിക്ക് തിരിച്ചു തരണം. സ്വന്തം അച്ഛൻ കുറുപ്പിന്റെ അഭിമാനക്കേടോർത്ത് വിഷമിക്കുന്ന ഹരിതമോള് വിചാരിച്ച അത് നടക്കുമല്ലോ അല്ലേ? എന്താ ഹരിതമോളെ, പണം തിരിച്ചു തരുമോ? തരാൻ പറ്റില്ലല്ലേ? എന്നാ പിന്നെ എന്റെ മൂത്ത മോള് വസന്ത നല്ലൊരു തുക അച്ഛന് ചെലവിനായിട്ട് എണ്ണിത്തരണം. നിക്കടി, നീയല്ലേ എനിക്കെതിരെ യൂണിയൻ ഉണ്ടാക്കിയത്? അത് ഇനി ഞാനൊരു അഭിപ്രായം പറയാം. അച്ഛൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പണി തുടരണം. എന്റെ ഭർത്താവ് സ്വന്തം കാലിൽ നിന്ന് പണിയെടുക്കുന്നതിന്റെ സന്തോഷം ആഘോഷിക്കാന് ഞാൻ പാൽപ്പായസം ഉണ്ടാക്കിയത്. അച്ഛനെ അനുകൂലിക്കുന്നവർക്ക് പായസം കുടിക്കാം, അല്ലാത്തവർക്ക് പോകാം. അച്ഛമ്മേ, അതിനകത്തുനിന്ന് ഒന്നും എടുത്തേ. മാധവേട്ട, വസന്തേ, നിനക്ക് പായസം വേണ്ടേ? എനിക്കൊന്നും പായസം വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ. നല്ല പായസം, നല്ല പായസം. ഇതാരാ ഉണ്ടാക്കേ? നല്ല പായസമാണല്ലോ. പതുക്കെ കുടിക്കടി. പായസത്തിന് മുമ്പിൽ പാമ്പും തല താഴ്ത്തും അല്ലേ വസന്തേച്ചി? പൊടി അവിടുന്ന്. അമ്മേ, പറയാതിരിക്കാൻ വയ്യ, നല്ല ഉഗ്ഗൻ പായസം. അയ്യോ, ഇത് കുടിക്കാതെ ഇതെങ്കിൽ നഷ്ടമായേനെ. എന്തായാലും മനോജും പ്രകാശും ഒന്നും കുടിച്ചില്ലല്ലോ, അതും കൂടി ഞാനിങ്ങ് കുടിച്ചേക്കാം. അച്ഛന് മതിയല്ലോ അല്ലേ? ഞാൻ അടുക്കള പോയിരുന്നു കുടിച്ചോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.